ഗൈസ് ഇന്നത്തെ വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇലയുടെയും കട്ടച്ചായയും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ വൈകിട്ടായപ്പോഴത്തേക്ക് നല്ല ഒരു മഴ പെയ്ത് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് നനഞ്ഞ് നാട് ഇതുപോലെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഇത് കണ്ടില്ലേ, നിറയെ വെജിറ്റബിൾസ് ആണ് കേട്ടോ. വഴുതനങ്ങയൊന്നും ഇത്രയല്ല ഗൈസ്, അത് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത് കേട്ടോ. അത്യാവശ്യം ഇഷ്ടം പോലെ കറിവേപ്പൊക്കെ കാച്ച് ഇല പോലെ കണ്ടില്ലേ, ഒരു മരം പോലെ നിൽപ്പുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ ചീരയും വഴുതനങ്ങയും കൂടാഞ്ഞിട്ട് ഒത്തിരി സാധനങ്ങൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നേ. ഈ ഒരു ഐറ്റം കാന്താരിയും അല്ലാതെ വയലറ്റ് കളറും വേറൊരു മുളകും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചീര ഫുള്ള് ഇതാ പുഴു തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ ഇല്ലയോ, ഇതാ ഫുള്ള് നനഞ്ഞ് നിൽക്കുന്ന വഴുതനങ്ങ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ ഇത്രയൊന്നും അല്ല കേട്ടോ, നല്ല വലുതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള കൃഷി ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ നാണ്ട ഇതുപോലെ ഈ കാന്താരി ആയാലും ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് അത്യാവശ്യം കാന്താരി കഴിക്കുമ്പോഴത്തേക്ക് ഓക്കെ ആവുമല്ലോ, കുറയുമോ, അറ്റ്ലീസ്റ്റ് കുറച്ചൊന്നും കുറയുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് വൈകുന്നേരത്തെ ഒരു മഴ കഴിഞ്ഞിട്ടുള്ളൊരു പ്രകൃതി ഭംഗി നിറഞ്ഞ ഈ ഒരു ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ അത് ഞാൻ വഴുതനങ്ങയൊക്കെ ഒന്ന് പിടിച്ച് നിങ്ങളെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വെണ്ടയ്ക്കയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഈ ചീരയും വഴുതനയും കാന്താരിയും കറിവേപ്പിലയും മാത്രമല്ല കേട്ടോ, കിഴങ്ങും പയറും ഒക്കെ ഉണ്ട്. എന്താ ഈ ഒരു കായുണ്ട്, ഇതാണെങ്കിൽ ആരും കാണാതെ മറച്ച് വെച്ചേക്കാണ് കേട്ടോ. അതിന് ഇത് ഞങ്ങളുടെ നാട്ടിൽ പപ്പായ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഗൈസ്. പിന്നെ നമുക്കിപ്പോൾ ഏറ്റവും നല്ലത് നമ്മളിവിടെ ഈ കോവയ്ക്കൊക്കെ ആയാലും നമ്മുടെ നാട്ടിൽ ഉണ്ടാവും, നമ്മൾ നോക്കിയാൽ മതി. പുറത്ത് നിന്ന് നമ്മൾ എന്തിനാണ് വെജിറ്റബിൾസ് എല്ലാം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തിനാണല്ലേ വാങ്ങി കഴിക്കുന്നത്, അത് നമുക്ക് വിശ്വസിച്ച് ഒരിക്കലും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞ് നേരെ ഞാൻ ചെടിയുടെ അടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ചെടിയെല്ലാം നല്ല ഫ്രഷ്, നമുക്ക് ഇതൊരു ആമ്പിയർ എന്ന് പറയുമ്പോൾ ഫുള്ള് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വീഡിയോസിനെയും കാട്ടി ഫുള്ള് നല്ല രസം ഉണ്ടായിരുന്നു. മഴയൊക്കെ പെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.